പോരാട്ടത്തിനുള്ള കച്ചമുറുക്കിയാണ് 2019 ആരിഫ് മുഹമ്മദ് ഖാൻ തലസ്ഥാനം ഇറങ്ങിയത്. ജസ്റ്റിസ് പി സദാശിവത്തിന്റെ പിൻഗാമിയെ മോദി സർക്കാർ കേരളത്തിലേക്ക് അയച്ചത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി സർക്കാരിനെ പഠിപ്പിച്ച പാഠം എന്താണ്? ഗവർണർ പദവി വെറും ഒരു റബ്ബർ സ്റ്റാമ്പല്ല. സർക്കാരിനെയും നയിക്കുന്ന പാർട്ടിയെ നിരീക്ഷിക്കാൻ പ്രതിപക്ഷം മാത്രമല്ല, ഭരണത്തലവനായ ഗവർണറുമുണ്ടെന്ന് തെളിയിച്ചു. 2019 കണ്ണൂരിൽ നടന്ന ചരിത്ര കോൺഗ്രസ് വേദിയിൽ ഇടത് ചരിത്രകാരൻ ഇർഫാൻ ഹബീബ് തനിക്കെതിരെ പ്രതിഷേധമുയർത്തുകയും പോലീസ് അന്ന് നിഷ്ക്രിയമാവുകയും ചെയ്തപ്പോൾ ഗവർണർ സർക്കാരിനെ നോട്ടമിട്ടതാണ്. കേന്ദ്രത്തിനെതിരെ പിണറായി സർക്കാർ നിയമസഭയിൽ നീങ്ങിയപ്പോഴെല്ലാം ഭരണഘടന ആയുധമാക്കി ഗവർണർ ഇടഞ്ഞു നിന്നു. ഗവർണറുടെ സകല നിയന്ത്രണവും വിട്ടത് സർക്കാരിന്റെ സ്വജനപക്ഷപാത നടപടികൾ ശക്തമായപ്പോഴാണ്. കണ്ണൂർ സർവകലാശാല വിസിയായി പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കത്തെഴുതിയതോടെ ഗവർണർ തുറന്ന യുദ്ധത്തിനിറങ്ങി. മുൻകാല ഗവർണർമാരെ പോലെ ആരിഫ് മുഹമ്മദ് ഖാൻ അനുസരിക്കുമെന്ന് സർക്കാർ ധരിച്ചു. UGC ചട്ടം ലംഘിച്ച് നിയമനം നേടിയ സർവകലാശാല വിസിമാരെ മുഴുവൻ പുറത്താക്കി പകരക്കാരെ നിയോഗിച്ച ഗവർണർ, നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാതെ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ ഗവർണർ, സർക്കാരിനെതിരെ രാജ്ഭവനിൽ വാർത്താ സമ്മേളനം നടത്തിയ ഗവർണർ, അതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. Has he been appointed in the Chief Minister's office because of that great thing which he did? മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗം KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ കണ്ണൂർ സർവകലാശാലയിലെ നിയമനത്തിലും ഗവർണർ സർക്കാരിനെയും CPM-നെയും കടന്നാക്രമിച്ചു, നിയമ പോരാട്ടം നടത്തി. ഇതെല്ലാമായപ്പോൾ ഗവർണറെ തളയ്ക്കാൻ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കാൻ പോലും ആലോചിച്ചു. VC നിയമനത്തിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കാൻ ബില്ല് പാസാക്കി. ഇതോടെ ഈ ബില്ലടക്കം ഒരു ബില്ലും ഒപ്പിടാതെ ഗവർണർ രാജ്ഭവനിൽ കൂട്ടിയിട്ടു. ഒടുവിൽ അതും സുപ്രീം കോടതി കയറി. പിന്നാലെ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വിട്ട ഗവർണറുടെ അസാധാരണ നീക്കവും കേരളം കണ്ടു. പക്ഷേ ലോകായുക്ത ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചതോടെ ഗവർണർക്ക് തിരിച്ചടിയും നേരിട്ടു. കോടതിയിലെ പോരാട്ടങ്ങളിൽ ഗവർണർ സർക്കാരിന് അടികൊടുക്കുകയും സ്വയം അടിവാങ്ങുകയും ചെയ്തു. SFIക്കാരെ തെരുവിലിറക്കി സർക്കാർ ഗവർണറെ നേരിട്ട വർഷങ്ങളായിരുന്നു. ഗവർണറെ സർവകലാശാലയിൽ കാലുകുത്തിക്കില്ലെന്ന് പ്രഖ്യാപിച്ച SFIയെ നേരിടാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ പോയി ഒരു രാത്രി താമസിച്ച ഗവർണർ തനിക്ക് ജനപിന്തുണയുണ്ടെന്ന് സർക്കാരിനെ ധരിപ്പിക്കാൻ മിഠായി തെരുവിൽ ഇറങ്ങി നടന്നു. ഇതുവരെ ഒരു ഗവർണറും ചെയ്തിട്ടില്ലാത്ത നീക്കങ്ങൾ. വഴിയിൽ പ്രതിഷേധിച്ച SFIക്കാരെ അറസ്റ്റ് ചെയ്യാനായി MC റോഡിൽ കുത്തിയിരുന്ന ചരിത്രം. തലസ്ഥാനത്ത് തന്റെ കാറ് തടഞ്ഞ SFIക്കാരുടെ മുന്നിൽ ചാടിയിറങ്ങി ഗുണ്ടകളെന്ന് വിളിച്ച് മാസായ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇങ്ങനെയുള്ള സർവകലാശാലകൾ നടക്കുന്ന സ്ഥലത്തുനിന്ന് കേരളത്തിലേക്കൊക്കെ വരുന്നവർക്ക് കേരളത്തിലെ സർവകലാശാലയെ പറ്റി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു പ്രസംഗത്തിന്റെ പേരിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രിയോടുള്ള പ്രീതി നഷ്ടമായെന്ന് പ്രഖ്യാപിച്ച ഗവർണർ. മുഖ്യമന്ത്രിയല്ല, താനാണ് ജനകീയനെന്ന് തോന്നിപ്പിക്കുന്ന ഇടപെടലുകൾ. റാഗിംഗ് പീഡനത്തിൽ ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥിന്റെയും തോട്ടിൽ വീണു മരിച്ച ജോയിയുടെയും വീട്ടിൽ മുഖ്യമന്ത്രി പോയില്ല. പക്ഷേ ഗവർണർ ഓടിയെത്തി. വയനാട് ദുരന്തഭൂമിയിലേക്ക് മുഖ്യമന്ത്രിക്ക് മുൻപേ ആരിഫ് മുഹമ്മദ് ഖാൻ ഹെലികോപ്റ്റർ കയറി. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ വേദിയിൽ വരെ ഗവർണർ മുഖ്യമന്ത്രി പോര് പരസ്യമായ കാലം. എങ്കിലും സർക്കാർ മറ്റു വിഷയങ്ങളിലെല്ലാം പ്രതിസന്ധിയിലാകുമ്പോൾ വഴിതിരിക്കാനായി ഗവർണർ രംഗത്തിറങ്ങുന്നുവെന്ന തോന്നൽ പൊതുസമൂഹത്തിലുണ്ടായി. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഉദ്ദേശശുദ്ധിയെ പ്രതിപക്ഷം പലപ്പോഴും സംശയിച്ചു. ഇതെല്ലാം കോൺഗ്രസിനെ അപ്രസക്തമാക്കാനുള്ള BJPയുടെ രാഷ്ട്രീയ നീക്കവും നാടകവുമാണെന്ന് ധരിക്കുന്ന പ്രതിപക്ഷത്തിനും ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ 5 വർഷമായി എതിർചേരിയിൽ തുടരുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.